ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് 1 ടുവേർഡ്സ് എ 100-fold yield. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റ്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ, എങ്ങനെയാണ് ഒരു നല്ല സീഡ് നമ്മൾ സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എന്നിട്ട് നമ്മൾ എവിടെയാണ് നിർത്തിയത്? പുതിയ ലെയറിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. നമ്മൾ പറഞ്ഞു എന്താണ്, വാട്ട് ഇഫ് വി ക്യാൻ ഗ്രോ റൂട്ട്സ് ഫ്രം സ്റ്റെം, എന്താണ് സ്റ്റെമ്മിൽ നിന്ന് റൂട്ട്സ് ഉണ്ടാക്കിയാലോ എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ മെത്തേഡ്സ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആദ്യത്തെ ലെയറിങ്. ഓക്കെ, അപ്പോൾ എന്താണ് ലെയറിങ്, ബഡ്ഡിങ്, ഗ്രാഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. എന്താണ് രണ്ടെണ്ണത്തിൻ്റെയും ഗുണം ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ട് നോക്കി നോക്കാം ഈ ഓരോ മെത്തേഡും എങ്ങനെയെന്ന്. അപ്പോൾ ആദ്യത്തേത് ലെയറിങ് ആണ്. ഓക്കെ, ഇൻ പ്ലാന്റ്സ് സച്ച് ആസ് ഗുവ, സപ്പോട്ട, ജാവ ആപ്പിൾ, ചാമ്പയില്ലേ അത്, ആൽമണ്ട് ആൻഡ് ഫിഗ് റൂട്ടിംഗ് can be induced in the stem of mother plant. This stem with roots can be cut and planted. Let's get familiar with the stages of layering in a guava plant. അപ്പോൾ എന്താണ്, ഏതൊക്കെ പ്ലാന്റ്സിലാണ് ഈ ലെയറിങ് സപ്പോർട്ട് ചെയ്യുക? ഏതൊക്കെയാണ്? ഗുവ പ്ലാന്റ്, അതുപോലെ തന്നെ ഏതാണ് ജാവ ആപ്പിൾ, അതായത് ചാമ്പ, അതുപോലെ തന്നെ സപ്പോട്ട, ആൽമണ്ട്. ഈ പ്ലാന്റ്സിലൊക്കെ ഇതിലൊക്കെയാണ് ലെയറിങ് എന്ന മെത്തേഡ് നടക്കുക. ഓക്കെ, ഇനി അതിൻ്റെ സ്റ്റേജസ് ഓഫ് ലെയറിങ് ആണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടുകാർക്ക് പഠിക്കണം. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് നോക്കാം. ആദ്യത്തെ സ്റ്റേജ് എന്താണ്? സെലക്ട് എ പെൻസിൽ സൈസ്ഡ് സ്റ്റെം ഓഫ് എ മദർ പ്ലാന്റ്. അപ്പോൾ ഒരു മദർ പ്ലാന്റ് എടുക്കുക. ഒരു മദർ പ്ലാന്റ് എടുത്തിട്ട് ഒരു സ്റ്റെമ്മ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ആ സ്റ്റെമ്മിൻ്റെ സൈസ് എന്തായിരിക്കണം എന്നാണ് പറയുന്നത്? ഒരു പെൻസിൽ സൈസ് ആയിരിക്കണം. വളരെ കനം കുറഞ്ഞിട്ടുള്ള ഒരു സ്റ്റെം എടുക്കുക. ഓക്കെ, അപ്പോൾ ഫിഗർ കൂട്ടുകാർ നോക്കുക. ഓക്കെ, ഇറ്റ് ഈസ് ബെറ്റർ ടു സെലക്ട് ഇറ്റ് ഫ്രം ദ മെയിൻ സ്റ്റെം. അപ്പോൾ മെയിൻ സ്റ്റെം ഉണ്ടാവില്ലേ, സെൻട്രലിലൂടെ പോണ മെയിൻ സ്റ്റെം. അപ്പോൾ അതിൽ നിന്ന് വരുന്ന പെൻസിൽ തിക്കുള്ള സ്റ്റെം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് നല്ലത്. ഓക്കെ, make a cut of 2 to 3 cm length in a circular shape on the bark in between 2 nodes of the stem. അപ്പോൾ എന്താണ്, 2 നോട്ട്സിൻ്റെ ഇടയിലായി ചിത്രത്തിൽ കാണുന്ന പോലെ എന്ത് ചെയ്യണം? 2 മുതൽ 3 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള സർക്കുലർ ഷേപ്പിൽ എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. അതിൻ്റെ ബാർക്ക്, അതിൻ്റെ തൊലി കളയണം. ചിത്രത്തിൽ കാണുന്ന പോലെ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കാം. എന്താണ്? Apply a slightly wet mixture of cocoa peat, soil and cow dung powder to this area. എന്നിട്ട് ഈ ഏരിയയിൽ നമ്മൾ എന്തൊക്കെ കൊടുക്കണം എന്നാണ് പറയണത്? ഒരു സ്ലൈറ്റ്ലി വെറ്റ് മിക്സ്ചർ ഓഫ് കൊക്കോ പീറ്റിൻ്റെ ഒരു വെറ്റ് മിക്സ്ചർ, അതുപോലെ സോയില്, അതുപോലെ തന്നെ കൗഡങ് പൗഡർ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഏരിയയിൽ വെക്കണം. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്നുകൂടി പറഞ്ഞാൽ കോക്കോ പീറ്റ്, സോയില്, കൗഡങ്. Okay, wrap this area with a polythene bag, water the area if required. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു പോളിത്തീൻ ബാഗിൽ ചിത്രത്തിൽ കാണുന്ന പോലെ കവർ ചെയ്യണം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഇതിനാവശ്യമായ മിക്സ്ചർ, അതായത് കോക്കോ പീറ്റ്, സോയില് കൂടെ പറഞ്ഞു നോക്കൂ കേട്ടോ. കോക്കോ പീറ്റ്, സോയില്, കൗഡങ് ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു പോളിത്തീൻ ഷീറ്റിൽ റാപ്പ് ചെയ്യണം, ചിത്രത്തിൽ കാണുന്ന പോലെ. ഓക്കെ, ആ വാട്ടർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെറ്റ്നെസ് ഉണ്ടെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ കുറച്ച് വാട്ടറും ആവശ്യമുണ്ടെങ്കിൽ വാട്ടറും ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കി നോക്കാം. സ്റ്റേജ് എന്താണെന്ന് നോക്കി നോക്കാം. എന്താണ്? റൂട്ട്സ് വിൽ സ്പ്രൗട്ട് ഇൻ ദ ഏരിയ ഓഫ് ലെയറിങ് വിത്തിൻ 2 months. അപ്പോൾ എന്താണ്? 2 മാസം കഴിഞ്ഞിട്ട് നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും?
അവിടെ ചെറിയ റൂട്ട്സ് വന്നതായിട്ട് ചിത്രത്തിൽ കാണുന്ന പോലെ റൂട്ട്സ് വന്നതായിട്ട് കാണാൻ പറ്റും. കട്ട് ദ സ്റ്റെം ജസ്റ്റ് ബിലോ ദ ഏരിയ ഓഫ് ലെയറിങ് ആൻഡ് ദിസ് ക്യാൻ ബി പ്ലാന്റഡ് ഇൻ എ ഫ്ലവർ പോട്ട് ഓർ ഗ്രോ ബാഗ്. അപ്പോൾ എന്താണ് ഈ റൂട്ട് വന്നതിൻ്റെ താഴെ കട്ട് ചെയ്തിട്ട് ഇത് എന്ത് ചെയ്യണം, ഇത് പ്ലാന്റ് ചെയ്യാം. ഒരു ഫ്ലവർ പോട്ടിലോ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിലോ ഇത് പ്ലാന്റ് ചെയ്യുക. വെൻ ഇറ്റ് സ്റ്റാർട്ട് ഗ്രോയിങ് ഇറ്റ് ക്യാൻ ബി റീപ്ലാന്റഡ് ഇൻ ദ സോയിൽ. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ഫ്ലവർ പോട്ടിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ വെച്ചിട്ട് എന്ത് ചെയ്യണം, അത് വളരാൻ തുടങ്ങിയാൽ സോയിൽക്ക് എടുത്ത് മാറ്റി വെക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ലെയറിങ്ങിൻ്റെ സ്റ്റേജസ്. അപ്പോൾ 3 സ്റ്റേജസ് ആണ് ലെയറിങ്ങിന് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് എന്താ? Layering is the practice of producing plantlets by cutting and planting the stem of a mother plant after generating roots from it. അപ്പോൾ ലെയറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്, വാട്ട് ഈസ് ലെയറിംഗ് എന്ന് ചോദിച്ചാൽ എഴുതേണ്ടതാണ് എന്ത്? ലെയറിംഗ് ഇസ് എ പ്രാക്ടീസ് ഓഫ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്ലെറ്റ്സ് ബൈ കട്ടിങ് ആൻഡ് പ്ലാന്റിങ് ദ സ്റ്റെം ഓഫ് എ മദർ പ്ലാന്റ്. അപ്പോൾ മദർ പ്ലാന്റിൻ്റെ സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്തിട്ട് പുതിയ ഒരു പ്ലാന്റ്ലെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. മദർ പ്ലാന്റിൽ നിന്ന് തന്നെ എന്താണ് റൂട്ട് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഈ മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ? സെർപെൻറ്റൈൻ ലെയറിംഗ്. അപ്പോൾ വേറൊരു ലെയറിംഗ് ആണ് സെർപെൻറ്റൈൻ ലെയറിംഗ്. ഇൻ പ്ലാന്റ്സ് ലൈക്ക് പെപ്പർ ലെയറിംഗ് ക്യാൻ ബി ഡൺ ബൈ ബെൻഡിങ് ദ ലോങ് ബ്രാഞ്ചസ് ഇൻ ടു ദ സോയിൽ ആൻഡ് കവറിങ് ദ ബ്രാഞ്ചസ് വിത്ത് സോയിൽ അറ്റ് ഇൻട്രവൽസ്. അപ്പോൾ എന്താണ് നമ്മുടെ പ്ലാന്റ്സ്, അതായത് ഏതൊക്കെ പ്ലാന്റ്സിലാണ്? പെപ്പർ പ്ലാന്റിൽ ഒക്കെ എങ്ങനെയാണ് ലെയറിങ് ക്യാൻ ബി ഡൺ ബൈ ബെൻഡിങ് ദ ലോങ് ബ്രാഞ്ചസ്. അപ്പോൾ എന്താണ് ഈ വലിയ ബ്രാഞ്ചസ് എന്ത് ചെയ്യുന്ന പറയുന്നത്? സോയിലിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് എന്താണ് സോയിൽ കൊണ്ട് കവർ ചെയ്യും. അതിൻ്റെ ഓരോ നോട്ട്സിൽ സോയിൽ കൊണ്ട് കവർ ചെയ്തിട്ടാണ് ഇവിടെ എന്താണ് ലെയറിംഗ്. പെപ്പർ പ്ലാന്റിലൊക്കെ ലെയറിംഗ് നടക്കുന്നത്. ഇൻ ദിസ് വേ മൾട്ടിപ്പിൾ സാപ്ലിങ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് സൈമുൾട്ടേനിയസ്ലി ഫ്രം എ സിംഗിൾ ബ്രാഞ്ച്. അപ്പോൾ ഈ ബ്രാഞ്ചിമൊക്കെ എന്താവും? ഈ മണ്ണിൽ വെച്ച് ബ്രാഞ്ചിമേലൊക്കെ റൂട്ട്സ് വരും. അങ്ങനെ എന്താണ് മൾട്ടിപ്പിൾ സാപ്ലിങ്സ്, കുറേ സാപ്ലിങ്സ്, നമുക്ക് കുറേ പുതിയ ചെടികൾ അങ്ങനെ നമുക്ക് പ്രിപ്പയർ ആക്കാൻ പറ്റും. ഓക്കെ, ഇനി എന്താ? പ്ലാന്റ്സ് വിത്ത് ഡിഫറെൻറ്റ് ലെയറിംഗ് മെത്തേഡ്സ്. അപ്പോൾ എന്താണ് ഡിഫറെൻറ്റ് ലെയറിംഗ് മെത്തേഡ്സിലുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ലെയറിംഗ് എയർ ലെയറിങ്ങും അതുപോലെ സെർപെൻറ്റൈൻ ലെയറിങ്ങും. അപ്പോൾ എയർ ലെയറിംഗ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാണ്? ഗുവ, കാഷ്യൂ ട്രീ, സപ്പോട്ട, റോസ്, ജാവ പ്ലാന്റ്, ഫിഗ്, ആൽമണ്ട് ഒക്കെ. അപ്പോൾ എക്സാമ്പിൾസ് കൂട്ടുകാർ പഠിച്ചു വെക്കുക. ഇനി അടുത്തത് സെർപെൻറ്റൈൻ ലെയറിംഗ്, സോയിൽക്ക് വെച്ചിട്ടുള്ള ലെയറിങ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് എന്ത്? ബോഗൻവില്ല, ജാസ്മിൻ, ബെറ്റൽ, പെപ്പർ, ഗ്രേപ്സ്, ക്രിസാന്തമൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ. ഇനി അടുത്തത് എന്താ നോക്കി നോക്കാം. എന്താണ്? കൺസിഡർ സം പെക്യൂലിയാരിറ്റീസ് ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ലെയറിംഗ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ മെത്തേഡൊക്കെ ചെയ്തിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണ പ്ലാന്റ്സിൻ്റെ പെക്യൂലിയാരിറ്റീസ് എന്തായിരിക്കും? പെക്യൂലിയാരിറ്റീസ് ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ലെയറിംഗ്. ലെയറിംഗ് കൊണ്ട് ഉണ്ടാവുന്ന പ്ലാന്റ്സിൻ്റെ പ്രത്യേകതകൾ, സവിശേഷതകൾ എന്തായിരിക്കും? എന്തൊക്കെയാണ്? possess the qualities of mother plant. അപ്പോൾ ആ മദർ പ്ലാന്റിൻ്റെ ക്വാളിറ്റീസ് എല്ലാം ഈ ന്യൂ പ്ലാന്റിന് ഉണ്ടായിരിക്കും. സ്മോൾ സൈസ് ആൻഡ് ഷോർട്ട് ലൈഫ് സ്പാൻ. എന്തായിരിക്കും? ചെറിയ സൈസ് ആയിരിക്കും, ചെറിയ ലൈഫ് സ്പാൻ ആയിരിക്കും. ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്. പെട്ടെന്ന് ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ് ഒക്കെ ഉണ്ടാവും. ആബ്സെൻസ് ഓഫ് ടാപ്പ് റൂട്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്നതിന് എന്തുണ്ടാവില്ല? ടാപ്പ് റൂട്ട് ഉണ്ടാവില്ല. ആബ്സെൻസ് ഓഫ് ടാപ്പ് റൂട്ട്. റിക്വയർ മോർ കെയർ. അപ്പോൾ ഇങ്ങനെ ലെയറിംഗ് ഒക്കെ ചെയ്ത പ്ലാന്റ്സിന് എന്ത് വേണം? കൂടുതൽ കെയർ വേണം. ഓക്കെ, list out the advantages and disadvantages of plants produced through layering. Record it in the science diary. അപ്പോൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കുറച്ചൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതൊക്കെ കൂട്ടുകാർ നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് എന്താ? അടുത്തത് വേറൊരു മെത്തേഡാണ്. ആ മെത്തേഡിൻ്റെ പേരാണ് എന്ത്? ഗ്രാഫ്റ്റിംഗ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അടുത്ത മെത്തേഡ് നമുക്ക് നോക്കാം. എന്താണ്? ഗ്രാഫ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ. അപ്പോൾ എന്താണ് ഈ പിക്ചറിൽ നോക്കുക?
you need a sapling of this mango tree. It is possible to make it through layering. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സാപ്ലിംഗ് നമുക്ക് വേണം. അപ്പോൾ ഇത് ലെയറിങ് കൊണ്ട് പറ്റുമോ? ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഇൻഡ്യൂസ് റൂട്ട്സ് ഇൻ ദ സ്റ്റെം ഓഫ് എ മാംഗോ ട്രീ. അപ്പോൾ എന്താണ് ഒരു മാംഗോ ട്രീയുടെ സ്റ്റെമ്മിന്മേ റൂട്ട് വരയിപ്പിക്കുക എന്ന് പറയുന്നത്, ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വാട്ട് അബൌട്ട് പ്ലാന്റിങ് സീഡ്സ്? ഇറ്റ് ടേക്സ് ഇയേഴ്സ് ഫോർ ദ ട്രീ ടു yield mangoes. അപ്പോൾ നമ്മൾ എന്താണ് ഈ മാംഗോ കുഴിച്ചിട്ടിട്ടൊക്കെ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? ഒരുപാട് വർഷങ്ങളെടുക്കും. ഇറ്റ് നീഡ്സ് നോട്ട് ഹാവ് ഓൾ ദ ക്വാളിറ്റീസ് ഓഫ് ദീസ് മാംഗോ ട്രീ. അപ്പോൾ എന്താണ് ഇനി അങ്ങനെ ഉണ്ടായി തന്നെ വെക്കുക. അപ്പോഴും ഇതിൻ്റെ എല്ലാ ക്വാളിറ്റീസും ആ മാംഗോ ട്രീക്ക് ഉണ്ടാവണം എന്നില്ല. ദെൻ ഹൗ ഇറ്റ് ഈസ് പോസിബിൾ ടു പ്രൊഡ്യൂസ് എ സാപ്ലിംഗ് വിത്ത് ഓൾ ദ ക്വാളിറ്റീസ് ഓഫ് ദ മാംഗോ ട്രീ? പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാണുന്ന മാംഗോ ട്രീയുടെ എല്ലാ ക്വാളിറ്റീസുമുള്ള പുതിയ ഒരു സാപ്ലിംഗ് ഉണ്ടാക്കാൻ പിന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? ഓക്കെ, ലെറ്റ്സ് ചെക്ക്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് 2 varieties ഓഫ് മാംഗോ ട്രീ ആർ ഗിവൻ ഇൻ ദ ടേബിൾ. അനലൈസ് ദ ടേബിൾ. അപ്പോൾ എന്താണ് 2 മാംഗോസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇൻഡിജീനിയസ് മാംഗോ ട്രീയും നീലം മാംഗോ ട്രീ ആണ്. അപ്പോൾ ഇൻഡിജീനിയസ് മാംഗോ ട്രീ എങ്ങനെയാണ്? റിലേറ്റീവ്ലി സ്മോൾ സൈസാണ്. ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇൻഡിജീനിയസ് മാംഗോ ട്രീയുടെ സൈസ് വളരെയധികം ചെറുതാണ്. സോർ ഓർ സ്വീറ്റ് മാംഗോ, ഒന്നല്ലെങ്കിൽ സോർ അല്ലെങ്കിൽ സ്വീറ്റ് മാംഗോസ് ആയിരിക്കും. ഗ്രോസ് വെൽ ഇൻ അവർ സോയിൽ, നമ്മുടെ സോയിൽ നന്നായി വളരും. ഡസൻ നീഡ് സ്പെഷ്യൽ കെയർ. അപ്പോൾ സ്പെഷ്യലായിട്ട് ഒരു കെയറും തന്നെ എന്താണ് ഈ ഇൻഡിജീനിയസ് മാംഗോ ട്രീക്ക് ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്തത് നീലം മാംഗോ ട്രീ ഒന്ന് നോക്കൂ. നീലം മാംഗോ ട്രീ എങ്ങനെയാണ്? ബിഗ് സൈസ്ഡ് മാംഗോ. അപ്പം വലിയ മാങ്ങയായിരിക്കും അതിനുണ്ടാവുക. വെരി സ്വീറ്റ് മാംഗോ. അപ്പോൾ മാങ്ങ എന്താണ്? വളരെ സ്വീറ്റ് ആയിട്ടുള്ള മാംഗോ ആണ്. ഡസൻ ഗ്രോ വെൽ ഇൻ അവർ സോയിൽ. പക്ഷെ എന്താണ് നമ്മുടെ സോയിലിൽ വളരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നീഡ് സ്പെഷ്യൽ കെയർ. സ്പെഷ്യലായിട്ട് കെയർ ചെയ്യണം ഈ നീല മാംഗോസിനെ. ഓക്കെ, ഇനി എന്താ? Which variety is better in terms of quality of fruits? അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഏതാണ് ബെറ്റർ? നമുക്കറിയാം നീല മാംഗോ ട്രീ ആണ് ബെറ്റർ. ഡസ് ഇൻഡിജീനിയസ് വെറൈറ്റി ഹാവ് എനി അഡ്വാൻറ്റേജസ് ഓവർ നീലം വെറൈറ്റി? എന്താണ് ഈ ഇൻഡിജീനിയസ് വെറൈറ്റിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഈ നീല മാംഗോനേക്കാൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എന്താണ് നമ്മുടെ സോയിൽ നന്നായിട്ട് വളരും. ദെൻ ഡസൻ നീഡ് സ്പെഷ്യൽ കെയർ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. ഇഫ് എ സാപ്ലിംഗ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ജോയിനിങ് ദ സ്റ്റെം ഓഫ് നീല മാംഗോ വിത്ത് ദ യങ് പ്ലാന്റ് ഓഫ് ഇൻഡിജീനിയസ് വെറൈറ്റി, വാട്ട് സ്പെഷ്യാലിറ്റീസ് വിൽ ഇറ്റ് ഹാവ്? അപ്പോൾ എന്താണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താൽ നമുക്ക് എങ്ങനെ കിട്ടും? ഗ്രോസ് വെൽ ഇൻ അവർ സോയിൽ. അപ്പോൾ ഒന്ന് തന്നിട്ടുണ്ട് എന്താണ്? നമ്മുടെ സോയിൽ നന്നായിട്ട് ഉണ്ടാവും. ഈൽഡ്സ് മാംഗോസ് ഓഫ് നീലം വെറൈറ്റി. പിന്നെ എന്താണ്? പിന്നെ അടുത്തത് നമുക്ക് എഴുതാം ഡസൻ നീഡ് സ്പെഷ്യൽ കെയർ. അപ്പോൾ സ്പെഷ്യലായിട്ട് ഒരു കെയറും തന്നെ വേണ്ടി വരില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കി നോക്കാം. ഗ്രാഫ്റ്റിംഗ്. ഓക്കെ, ഇപ്പോൾ ഗ്രാഫ്റ്റിംഗ് എന്താ നോക്കി നോക്കാം. ചൂസ് എ മാംഗോ പ്ലാന്റ് ഓഫ് മൂവാണ്ടൻ വെറൈറ്റി ഓഫ് 6 months to 1 year. ദിസ് പ്ലാന്റ് വിത്ത് റൂട്ട് ഇസ് കോൾഡ് റൂട്ട് സ്റ്റോക്ക്. അപ്പോൾ എന്താണ്? ഒരു മൂവാണ്ടൻ മാംഗോ പ്ലാന്റ് എടുക്കുക. ഓക്കെ, വെറൈറ്റി ഓഫ് 6 months to 1 year. ദിസ് പ്ലാന്റ്സ് വിത്ത് റൂട്ട്. അപ്പോൾ ഇതിന് റൂട്ടുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? റൂട്ട് സ്റ്റോക്ക്. Okay, this plant with roots is called rootstock. Cut a stem that has the same size as the rootstock from a high yielding tree of നീലം variety. എന്നിട്ട് നമ്മൾ എന്തെടുക്കണം? ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്യണം. അതെങ്ങനെയായിരിക്കണം? സെയിം സൈസ് ആസ് ദിസ് റൂട്ട് സ്റ്റോക്ക് ഫ്രം എ ഹൈ yielding ട്രീ ഓഫ് നീലം വെറൈറ്റിയുടെ അതേ സൈസിലുള്ള സ്റ്റെമ്മ് കട്ട് ചെയ്യുക. ദിസ് ഈസ് കോൾഡ് സിയോൺ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? സിയോൺ എന്ന് പറയുന്നത്. എ സ്റ്റെം വിച്ച് ഹാസ് ന്യൂലി ഫോംഡ് ബഡ് ഷുഡ് ബി സെലക്റ്റഡ് ആസ് സിയോൺ. അപ്പോൾ എന്താണ് നമ്മൾ സിയോണായിട്ട് സെലക്ട് ചെയ്യുക? എ സ്റ്റെം വിച്ച് ഹാസ് ന്യൂലി ഫോംഡ് ബഡ്സ്. അപ്പോൾ പുതിയ ബഡ്സ് ഫോം ചെയ്തിട്ടുള്ള
സ്റ്റെമ്മാണ് നമ്മളൊരു സയോണ് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? കട്ട് ദ റൂട്ട് സ്റ്റോക്ക് അറ്റ് 50 സെൻറ്റിമീറ്റർ ഫ്രം ദ ബോട്ടം ടു ജോയിൻ ദ സിയോൺ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ സ്റ്റോക്ക് നമ്മളെടുത്തില്ലേ, ആ സ്റ്റോക്ക് അടിയിൽ നിന്ന് ഒരു 15 സെൻറ്റിമീറ്റർ മേലെ എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. എന്തിനാണ്? ഈ സിയോൺ വെച്ചിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മേക്ക് എ 4 സെൻറ്റിമീറ്റർ ഡീപ്പ് കട്ട് അലോങ് ദ സെൻറ്റർ ഓഫ് ദീസ് റൂട്ട് സ്റ്റോക്ക് യൂസിങ് എ നൈഫ്. പിന്നെ എന്ത് ചെയ്യണം? ഒരു 4 സെൻറ്റിമീറ്റർ ഡീപ്പായിട്ട്, ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു 4 സെൻറ്റിമീറ്റർ ഡീപ്പായിട്ട് നൈഫ് വെച്ചിട്ട് കട്ടാക്കണം. മേക്ക് tapered cuts on both sides at the bottom of the scion as shown in the figure. അപ്പോൾ എന്താണ്? മേക്ക് tapered cuts on both sides. അപ്പോൾ രണ്ട് സൈഡിലും tapered കട്ട് ഉണ്ടാക്കുക. ബോട്ടം ഓഫ് ദ സയോണിൻ്റെ അടിയിലായിട്ട് രണ്ട് സൈഡിലും എന്ത് ചെയ്യണം? tapered cuts ഉണ്ടാക്കുക, ഫിഗറിൽ കാണുന്ന പോലെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഗ്യാപ്പിലേക്ക് നമ്മൾ സയോൺ വെക്കണം. സയോൺ ഇൻ ടു ദ ഗ്യാപ്പ് മേഡ് ഇൻ ദ റൂട്ട് സ്റ്റോക്ക് ആൻഡ് ബൈൻഡ് ഇറ്റ് വിത്ത് ദ പോളിത്തീൻ ടാപ്പ്. അപ്പോൾ എന്താണ്? ആ ഗ്യാപ്പിൽ നമ്മൾക്ക് റൂട്ട് സ്റ്റോക്കിൻ്റെ ഇപ്പോൾ ഉണ്ടാക്കിയ ഗ്യാപ്പിൽ വേണം നമ്മൾ ഈ സയോൺ വെക്കാൻ. സയോൺ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതൊരു പോളിത്തീൻ ടാപ്പ് ആയിട്ട് ബൈൻഡ് ചെയ്യണം. വൺസ് ദ സയോൺ ഗെറ്റ് ജോയിൻ വിത്ത് ദ സ്റ്റോക്ക് ആൻഡ് ബിഗിൻസ് ടു ഗ്രോ, ദ സാപ്ലിംഗ് ക്യാൻ ബി റീപ്ലാന്റഡ് അറ്റ് എ മോർ കൺവീനിയൻറ്റ് പ്ലേസ്. അപ്പോൾ എന്താണ്? അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ എന്താവും? അത് വളരാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഈ സയോൺ റൂട്ട് സ്റ്റോക്കിന് നമ്മൾ ഉണ്ടാക്കിയ ആ 4 സെൻറ്റിമീറ്റർ ഡീപ്പുള്ള സ്ഥലത്തേക്ക് ഈ സയോൺ ഇറക്കി വെക്കുക. എന്നിട്ട് അതൊരു പോളിത്തീൻ ടാപ്പായിട്ട് ചുറ്റുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് വലുതാവാനായിട്ട്, വളരാനായിട്ട് തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നല്ലൊരു സ്ഥലത്തേക്ക് അത് മാറ്റി റീപ്ലേസ് ചെയ്യണം. ഓക്കെ, ഇനി ഗ്രാഫ്റ്റിംഗ് എന്താണെന്ന് ചോദിച്ചാൽ എഴുതാനുള്ളതാണ്. ഗ്രാഫ്റ്റിംഗ് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സാപ്ലിങ്സ് ബൈ ജോയിനിങ് ദ സ്റ്റെം ഓഫ് എ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ് വിത്ത് അനദർ പ്ലാന്റ് ദാറ്റ് ഹാസ് റൂട്ട്സ് ആൻഡ് ബിലോങ്സ് ടു ദ സെയിം സ്പീഷീസ്. അപ്പോൾ എന്താണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഈ സാപ്ലിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ്. എങ്ങനെയാണ്? ജോയിനിങ് ദ സ്റ്റെം ഓഫ് ദി സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്. അപ്പോൾ ഒരു സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള പ്ലാന്റിൻ്റെ സ്റ്റെം എന്ത് ചെയ്യണം? മറ്റേതിൻ്റെ റൂട്ടുമായി ചേർന്നിട്ടാണ് പുതിയൊരു സ്പീഷീസ് ഉണ്ടാവുന്നത്. പ്ലാന്റ് ദാറ്റ് ഹാസ് റൂട്ട് സെലക്ടർ ഫോർ ഗ്രാഫ്റ്റിംഗ്. അപ്പോൾ റൂട്ട് സെലക്ട് ചെയ്ത പ്ലാന്റിനെയാണ് നമ്മൾ എന്ത് പറയുക? റൂട്ട് സ്റ്റോക്ക് എന്നും. സ്റ്റെം വിച്ച് ഈസ് ജോയിനഡ് ഇറ്റ് ഈസ് കോൾഡ്. അപ്പോൾ ജോയിൻ ചെയ്യണതിനാണ് നമ്മൾ എന്ത് പറയുക? സയോൺ എന്നും പറയുക. ഓക്കെ, ഇനി അടുത്തത് എന്താ? What are the advantages of producing saplings through grafting? Discuss and write them in your science diary. അപ്പോൾ നമ്മൾ മേലെ ഡിസ്കസ് ചെയ്തതാണ്. What is the reason for early flowering and fruiting of mangrove saplings produced through grafting? Will it take a longer period for fruiting if the stem selected as scion is not mature enough? Observe the picture given below. അപ്പോൾ താഴെയുള്ള പിക്ചർ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമുക്കിതിൽ ആൻസർ ഒക്കെ കിട്ടും. Have you seen the bud grow beneath the grafted area? അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സൊക്കെ നമ്മൾ മേലെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഈ നെക്സ്റ്റ് നമുക്ക് അടുത്ത ഒരു മെത്തേഡ് നമുക്ക് പഠിക്കാം. എ സാപ്ലിംഗ് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സെയിം വേ യൂസിങ് മാൽഗോ ആൻഡ് ഗോമാവ് വിച്ച് ഈസ് ആൻ ഇൻഡിജീനിയസ് വെറൈറ്റി ഓഫ് മാംഗോ ട്രീ വിച്ച് ഷുഡ് ബി ദ റൂട്ട് സ്റ്റോക്ക് വിച്ച് വുഡ് ബി ദ സയോൺ. റൈറ്റ് ദ റീസൺ ഫോർ യുവർ സയൻസ് ഡയറി. അപ്പോൾ നമുക്ക് അടുത്ത മെത്തേഡ് നോക്കി നോക്കാം. എന്താണ് ബഡ്ഡിങ്? How about choosing a bud instead of a stem? Haven't you seen the rubber saplings for sale in nurseries? അപ്പോൾ എന്താണ് നിങ്ങൾ റബ്ബർ സാപ്ലിങ്സ് നഴ്സറിയിലൊക്കെ വിൽക്കാൻ വെച്ചിട്ടുള്ളത് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൽ എങ്ങനെയായിരിക്കും? Look at the advertisement of saplings produced through budding. What are the advantages of these over the rubber saplings of native origin? How are saplings produced through budding? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ നോക്കി നോക്കാം. ക്വാളിറ്റി സാപ്ലിങ്സ് അറ്റ് റീസണബിൾ പ്രൈസും ഹൈ പ്രൊഡക്ടിവിറ്റി തിക്കർ ലാറ്റക്സ്.
Here, the bud of superior quality rubber plant is selected as scion instead of stem. അപ്പോൾ എന്താണ് ഇവിടെ ബഡിങ്ങിൽ എങ്ങനെയാണ് ദ ബഡ് ഓഫ് സുപ്പീരിയർ ക്വാളിറ്റി റബ്ബർ പ്ലാന്റ് ആണ് എന്തായിട്ട് സെലക്ട് ആക്കുക, സയോൺ ആയിട്ട് സെലക്ട് ആക്കുക. ദിസ് ഈസ് ജോയിൻഡ് വിത്ത് ദ സ്റ്റോക്ക്. അപ്പോൾ ഇത് എന്ത് ചെയ്യും, ഇത് സ്റ്റോക്കുമായി ജോയിൻ ചെയ്യും. ഇനി ബഡിങ് എന്താണെന്നാണ് പറയുന്നത്. ബഡിങ് എന്താണ്? ബഡിങ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽ by joining the bud of a superior quality plant with another plant that has root and belongs to the same species. അപ്പോൾ എന്താണ് ബഡിങ്? വാട്ട് ഈസ് ബഡിങ് എന്ന് ചോദിച്ചാൽ എഴുതാനുള്ളതാണ്. ബഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡ്യൂസിങ് സുപ്പീരിയർ ക്വാളിറ്റി ഓഫ് പ്ലാന്റിങ്. അപ്പോൾ ഒരു സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റിങ് ഉണ്ടാക്കുന്നതാണ് ബഡിങ്. മെറ്റീരിയൽ ബൈ ജോയിനിങ്, എന്തൊക്കെ ജോയിൻ ചെയ്തിട്ടാണ്? ദ ബഡ് ഓഫ് ദ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റും പിന്നെ അതുമായി എന്താണ്? വിത്ത് അനദർ പ്ലാന്റ് ദാറ്റ് ഹാസ് റൂട്ട്. അപ്പോൾ വേറൊരു പ്ലാന്റ് ദാറ്റ് ഹാസ് റൂട്ട് ആൻഡ് ബിലോങ്സ് ടു ദ സെയിം സ്പീഷീസ്. അപ്പോൾ രണ്ടും എന്തായിരിക്കണം? സെയിം സ്പീഷീസ് ആയിരിക്കണം. ലെറ്റ്സ് പ്രൊഡ്യൂസ് എ സാപ്ലിംഗ് ഓഫ് ജാക്ക് ഫ്രൂട്ട് ട്രീ ഇൻ ദിസ് വേസ്. അപ്പോൾ നമുക്ക് ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ ബഡിങ് ഒന്ന് നോക്കി വെക്കാം. ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഓഫ് ബഡിങ് ആർ ഗിവൺ ബിലോ. അപ്പോൾ എന്താണ് ആദ്യത്തെ സ്റ്റേജ്? എന്താ? ചീസൽ ഓഫ് എ ബഡ് അലോങ് വിത്ത് ദ ബാർക്ക് ഫ്രം ദ ബ്രാഞ്ച് ഓഫ് എ സുപ്പീരിയർ ക്വാളിറ്റി ജാക്ക് ഫ്രൂട്ട് ട്രീ. ദിസ് ഈസ് ദ സയോൺ. അപ്പോൾ ആദ്യം നമ്മൾ സയോൺ എടുത്തു. പീൽ ഓഫ് ബാർക്ക് ഫ്രം ദ ഏരിയ വോർ ദ ബഡ് ഈസ് ടു ബി ഇൻസേർട്ടഡ് ഇൻ ദ നാറ്റീവ് ജാക്ക് ഫ്രൂട്ട് ട്രീ സാപ്ലിംഗ് റൂട്ട് സ്റ്റോക്ക് വിച്ച് ഈസ് ഗ്രോൺ ഇൻ ദ പോട്ട് ഗ്രോ ബാഗ്. അപ്പോൾ എന്താണ്? നമ്മൾ ചെറിയൊരു ബാർക്ക് ചെറിയൊരു ബഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജാക്ക് ഫ്രൂട്ട് ട്രീൻ്റെ അവിടുന്ന് ഒരു ബാർക്ക് മാറ്റുക. അറ്റാച്ച് ദ സയോൺ വിത്ത് ദ പോളിത്തീൻ ടാപ്പ് ടു ദ ഏരിയ ഓഫ് ദ റൂട്ട് സ്റ്റോക്ക് ഫ്രം വേർ ദ ബാർക്ക് വാസ് റിമൂവ്ഡ്. അപ്പോൾ ഈ ബാർക്ക് റിമൂവ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഈ സയോൺ വയ്ക്കുക. എന്നിട്ടൊരു പോളിത്തീൻ ടാപ്പുമായിട്ട് അത് കവറാക്കുക. എന്നിട്ട് എന്താണ്? when the buds start to grow well, remove the upper portion of the stalk. The sapling can be replanted in the soil when the bud is grown. അപ്പോൾ എന്താണ്? ഈ ബഡ് വലുതാവാനായിട്ട് തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സ്റ്റോക്കിൻ്റെ ഭാഗം നീക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമുക്കിങ്ങനെ വളരുന്ന കാണാൻ പറ്റും. എന്നാലും അതൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് പ്ലാന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് ബഡിങ് എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് നമുക്ക് നോക്കി നോക്കാം. എന്താണ്? ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? hybridization. Observe the picture of chili plants given below. അപ്പോൾ ചില്ലി പ്ലാന്റ്സിൻ്റെ രണ്ട് ഫിഗർ, വെറൈറ്റി 1ഉം വെറൈറ്റി 2ഉമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ എന്താണ്? ഈ വെറൈറ്റി 1ഉം വെറൈറ്റി 2ൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നോട്ട് ചെയ്യാൻ. അപ്പോൾ എന്താണ്? ഒന്ന് വലുതാണ്, പക്ഷെ നമ്പർ കുറവാണ്. അടുത്തത് ചെറുതാണ്, ദെൻ നമ്പേഴ്സ് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്? സീഡ്സ് ആർ ഫോംഡ് ത്രൂ പോളിനേഷൻ. സീഡ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? പോളിനേഷൻ വഴിയാണ്. യു ആർ ഫെമിലിയർ വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിനേഷൻ. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ഓഫ് പോളിനേഷൻ ഇൻ എ പംകിൻ പ്ലാന്റ്. അപ്പോൾ പംകിൻ പ്ലാന്റിലുള്ള രണ്ട് ടൈപ്പ് പോളിനേഷനാണ്. എന്തൊക്കെ? സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും. അപ്പോൾ സെൽഫ് പോളിനേഷൻ എന്താ? ഒരെണ്ണത്തിലുള്ള രണ്ട് പ്ലാന്റ്സ് തമ്മിലുള്ള പോളിനേഷനാണ് എന്ത്? സെൽഫ് പോളിനേഷൻ. ദെൻ ക്രോസ് പോളിനേഷൻ രണ്ട് പ്ലാന്റിൽ നിന്നുള്ള പോളിനേഷനാണ് ക്രോസ് പോളിനേഷൻ. ഇനി അടുത്ത ഒരു പോളിനേഷൻ ഉണ്ട്, അതാണ് എന്ത്? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ആർട്ടിഫിഷ്യലായി നമുക്ക് ഈ പ്ലാന്റ്സിനെ പോളിനേറ്റ് ചെയ്യിപ്പിക്കാം. എക്സാമിൻ ദ സ്റ്റേജസ് ഓഫ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഷോൺ ബിലോ. അപ്പോൾ എന്താണ് സ്റ്റേജസ് ഓഫ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ആണ്? ടു പ്രിവെൻറ്റ് സെൽഫ് പോളിനേഷൻ, റിമൂവ് സ്റ്റേമെൻസ് ഫ്രം ദ ഫ്ലവർ ഇൻ വിച്ച് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഈസ് ടു ബി ഡൺ. അപ്പോൾ എന്താണ്? സെൽഫ് പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം? ഈ പ്ലാന്റിലുള്ള സ്റ്റേമൻ റിമൂവ് ചെയ്യണം. ദ ഫ്ലവർ ഈസ് wrapped well to prevent the pollen grains from other plants falling on it. അപ്പം പിന്നെ എന്ത് ചെയ്യണം? ഈ പോളൻ ഗ്രെയിൻസ് ഇങ്ങോട്ട് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫ്ലവർ കവർ ചെയ്യണം.
ദെൻ അടുത്ത സ്റ്റെപ്പാണ് എന്ത്, പോളൻ ഗ്രെയിൻസ് ഫ്രം ഫ്ലവേഴ്സ് ഓഫ് ദ പ്ലാന്റ് ബിലോങ്സ് ടു ദ സെയിം സ്പീഷീസ് ബട്ട് ഹാവിങ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ആർ കളക്റ്റഡ് യൂസിങ് ബ്രഷ്. എന്താണ്, വേറെ ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഉള്ള ഈ പോളൻ ഗ്രെയിൻസ് ഒരു ബ്രഷ് വെച്ചിട്ട് ചിത്രത്തിൽ കാണുന്ന പോലെ കളക്ട് ചെയ്യണം. പോളൻ ഗ്രെയിൻസ് ദസ് കളക്റ്റഡ് ആർ ഡെപ്പോസിറ്റഡ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ദ ഫ്ലവർ വിച്ച് യൂസ് ടു ബി പോളിനേറ്റഡ് ആർട്ടിഫിഷ്യലി. അപ്പോൾ എന്താണ്, ഏത് പ്ലാന്റിനെയാണോ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് പോളിനേറ്റ് ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റിഗ്മയിൽ കൊണ്ടുപോയിട്ട് ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത പോളൻ ഗ്രെയിൻസ് കൊണ്ടുപോയിട്ട് ഇടുക. ദ ഫ്ലവർ ഈസ് റാപ്പിഡ് അഗെയിൻ ടു പ്രിവെൻറ്റ് പോളിനേഷൻ ഫ്രം അതർ ഫ്ലവേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇട്ടിട്ടില്ലേ നമ്മൾ പോളിനേഷൻ നടക്കേണ്ടത്, അത് നമ്മൾ കവർ ചെയ്യുക. എന്താണ്, വേറെ ഉള്ള പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് കവർ ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് എന്താ, വെൻ ഷുഡ് ദീസ് ആക്ടിവിറ്റീസ് ബി പെർഫോം ടു ടിക്ക് മാർക്ക്, ഡിസ്കസ് ദ റീസൺ. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബ്ലൂമിങ്, ആഫ്റ്റർ ദ ഫ്ലവർ ഹാസ് ഫുള്ളി ബ്ലൂംഡ്, വെൻ ദ ഫ്ലവർ ബിഗിൻസ് ടു വിത്തർ. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്, ആഫ്റ്റർ ദ ഫ്ലവർ ഹാസ് ഫുള്ളി ബ്ലൂംഡ്. ഏതാണ്, ആഫ്റ്റർ ദ ഫ്ലവർ ഹാസ് ഫുള്ളി ബ്ലൂംഡ്. അപ്പോൾ അത് കറക്റ്റ് ടിക്ക് ഇട്ട് കൊടുക്കുക. ഇനി വാട്ട് ഈസ് ഹൈബ്രിഡൈസേഷൻ. എന്താണ്, ഹൈബ്രിഡൈസേഷൻ ഈസ് എ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് ബൈ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. അപ്പോൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ വഴിയിട്ട് എന്താണ്, സീഡ് പ്രൊഡ്യൂസ് ചെയ്യാണ്. 2 plants, എന്തിൻ്റെ ഇടയിലാണ്, 2 plants, 2 plantsൻ്റെ ഇടയിൽ വിച്ച് ഹാവ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ആൻഡ് ബിലോങ് ടു ദ സെയിം സ്പീഷീസ്. അപ്പോൾ ഈ 2 plants എന്ന് പറയുന്നത് എന്താണ്, 2 വ്യത്യസ്ത ഗുണങ്ങളുള്ള 2 plants ആണ്, പക്ഷേ എന്താണ്, സെയിം സ്പീഷീസ് ആണ്. ഫ്രം ദ സീഡ് ദസ് പ്രൊഡ്യൂസ്ഡ് ദോസ് വിത്ത് സുപ്പീരിയർ ക്വാളിറ്റി ആർ കളക്റ്റഡ്, ദീസ് ആർ ഹൈബ്രിഡ് സീഡ്സ്. അപ്പോൾ എന്താണ്, സുപ്പീരിയർ ക്വാളിറ്റി കൂടുതലുണ്ട് എന്നാണ് നമ്മൾ സീഡ് കളക്ട് ചെയ്യുക. ഇതിനെയാണ് എന്ത് പറയുക, ഹൈബ്രിഡ് സീഡ്സ് എന്ന് പറയുക. അപ്പോൾ ഇതാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ്. ഇനി അടുത്തത് എന്താ, ലെറ്റ്സ് ഗെറ്റ് ഫെമിലിയർ വിത്ത് സർട്ടൻ ഹൈബ്രിഡ് സീഡ്സ്. അപ്പോൾ കുറച്ച് ഹൈബ്രിഡ് സീഡ്സിൻ്റെ പേരാണ് പറയുന്നത്. ചില്ലിയിൽ ഹൈബ്രിഡാണ് എന്തൊക്കെ, ഉജ്ജ്വല, ജ്വലമുളകി. ഓക്കെ, ഇനി അടുത്തത് പി ആണ്. പി പ്ലാന്റിൽ ഏതാ, ജ്യോതിക, ഭാഗ്യലക്ഷ്മി. then അടുത്തത് എന്താ, പാഡിയാണ്, പവിത്ര, അന്നപൂർണ. ഇനി നെക്സ്റ്റ് എന്താണ്, കോക്കനട്ടാണ്, ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ചന്ദ്രലക്ഷയുടെയും ഭാഗ്യലക്ഷ്മിയുടെയും. ഇനി ലേഡീസ് ഫിംഗർ എന്താ, സൽകീർത്തി, കിരൺ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഹൈബ്രിഡ് വെറൈറ്റീസ്. ഇറ്റ് ഈസ് in agriculture research centers that superior quality seeds are produced through hybridization. The seed thus produced are distributed to farmers. അപ്പോൾ എവിടെയാണ് ഈ ഹൈബ്രിഡൈസേഷൻ കൂടുതൽ നടക്കുക, ഈ അഗ്രികൾച്ചർ റിസർച്ചിൽ ഒക്കെയാണ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെയാണ് നടക്കുക. എന്നിട്ട് അവർ ഹൈബ്രിഡ് ചെയ്ത സാധനം എന്ത് ചെയ്യും, ഫാമേഴ്സിന് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റേഴ്സ് നോക്കാം. അപ്പോൾ ആദ്യത്തെ എന്താണ്, KAU, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, മണ്ണുത്തി, തൃശ്ശൂർ. അപ്പോൾ നമ്മുടെ അടുത്താണല്ലേ, മണ്ണുത്തിയിലാണ്. അപ്പോൾ അതെന്താ, Kerala Agricultural University is an important agriculture research center in Kerala. The main activities are conducting researches on varieties of crops, animals, birds, etc. and knowledge dissemination programs. Regional research centers of Kerala Agricultural University are functioning in different parts of the state. അപ്പോൾ എന്താണ് ഇവരുടെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ ഓരോ വെറൈറ്റി ആയിട്ടുള്ള ക്രോപ്പിൻ്റെയും ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഒക്കെ എന്താണ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് വേറെ ഒന്നാണ്, അതായത് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CTCRI എന്ന് പറയും, ശ്രീകാര്യം, തിരുവനന്തപുരം. അപ്പോൾ അത് തിരുവനന്തപുരത്താണ്. കൾട്ടിവേഷൻ ആൻഡ് റിസർച്ച് ഓൺ ട്യൂബർ ക്രോപ്സ് ആർ കണ്ടക്റ്റഡ് ഹിയർ. അപ്പോൾ ഇവിടെ എന്താണ്,
ഇവിടെ ട്യൂബർ ക്രോപ്സിൻ്റെ കൾട്ടിവേഷനും റിസർച്ചും മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് RRII ആണ്. അതെന്താ? റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, കോട്ടയം. അപ്പോൾ അതെവിടെയാണ്? അത് കോട്ടയത്താണ്. അപ്പോൾ അതെന്തായിരിക്കും? അത് റബ്ബർ പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ളതായിരിക്കും. ഇനി അടുത്തത് എന്താ? സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CPCRI, അതെവിടെയാണ്? കാസർഗോഡാണ്. അതെന്താ? കണ്ടക്ട് റിസർച്ചസ് ഓൺ കോക്കനട്ട്, അരിക്കനട്ട് ആൻഡ് കൊക്ക. അപ്പോൾ എന്തിനെ കുറിച്ചിട്ടാണ് അവിടെ റിസർച്ച് നടക്കുന്നത്? കോക്കനട്ട്, അരിക്കനട്ട്, കൊക്ക. ഓക്കെ അപ്പോൾ CPCRI കാസർഗോഡിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈസ് ദർ എനി അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റർ ഇൻ യുവർ ലൊക്കാലിറ്റി? ഓർഗനൈസ് എ സ്റ്റഡി ടൂർ ടു ആൻ അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റർ ഓർ എ പ്ലാന്റ് നഴ്സറി. ഡിസ്കസ് ദ കളക്റ്റഡ് ഡാറ്റ ഇൻ ദ ക്ലാസ് റൂം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വല്ല അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റർ ഉണ്ടെങ്കിൽ അവിടേക്കൊരു വിസിറ്റ് നടത്താനാണ് പറയുന്നത്. ഓക്കെ ഇനി അടുത്തത് എന്താ? അടുത്തത് സീഡ് ആൻഡ് ഈൽഡ്. ഓക്കെ ലിസൺ ടു ദ കോൺവേഴ്സേഷൻ ഓഫ് ചിൽഡ്രൻ. അപ്പോൾ രണ്ട് കുട്ടികളുടെ വർത്താനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദിസ് വെറൈറ്റി ഈസ് സൽക്കീർത്തി. സീ ദ പ്ലാന്റ് ഇസ് ഫുൾ ഓഫ് ഫ്രൂട്ട്സ്. ഡു യു സീ ദാറ്റ്? അപ്പോൾ ഒരു കുട്ടി പറയുന്നുണ്ട്, ഇതാണ് സൽക്കീർത്തി, ഇതുമ്പോൾ ഫുൾ എന്താണ്? ഫ്രൂട്ട്സ് ആണ്, നീ കാണുന്നില്ല എന്ന് ചോദിക്കുകയാണ്. ഐ ഹാഡ് ഓൾസോ പ്ലാന്റഡ് സൽക്കീർത്തി ബട്ട് ദ ഈൽഡ് ഈസ് ലോ. അപ്പോൾ എന്താണ് ആ കുട്ടി പറയുന്നത്? ഞാനും സൽക്കീർത്തി കുഴിച്ചായിരുന്നു, പക്ഷെ അതിൻ്റെ ഈൽഡ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. Both of them planted the same variety of lady's finger. Even then the yield from the plant of one children is low. What may be the reason? അപ്പോൾ എന്താണ്? രണ്ടുപേരും ഇവിടെ സൽക്കീർത്തി തന്നെയാണ് കുഴിച്ചിട്ടത്. പക്ഷെ എന്താണ്? രണ്ടുപേർക്കും ഈൽഡ് സെയിം അല്ല. അപ്പോൾ എന്തൊക്കെയായിരിക്കും അതിൻ്റെ റീസൺ? Can good quality seed alone give a better yield? What other things are to be considered for a better yield? Write them in your science diary. അപ്പോൾ എന്തൊക്കെ തിങ്സാണ് ഒരു ബെറ്റർ ഈൽഡിനെ കൺസിഡർ ചെയ്യുന്നത്? ഫെർട്ടൈൽ സോയില്, പെസ്റ്റ് കൺട്രോള്, പിന്നെന്തൊക്കെ വേണം? പ്രോപ്പർ ഫെർട്ടിലൈസേഷൻ വേണം, ദെൻ ആഡ്ക്വേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ആൻഡ് സൺലൈറ്റ്. അപ്പോൾ എന്തൊക്കെയാണ്? ഫെർട്ടൈൽ സോയില്, പെസ്റ്റ് കൺട്രോൾ, പ്രോപ്പർ ഫെർട്ടിലൈസേഷൻ, ആഡ്ക്വേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ആൻഡ് സൺലൈറ്റ്. ഓക്കെ നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് ഫെർട്ടൈൽ സോയിലാണ്. ഫെർട്ടൈൽ സോയിൽ പ്രോപ്പർ അപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഈസ് റിക്വയർഡ് ഫോർ ബെറ്റർ ഈൽഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോപ്പർ ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യണം. വിച്ച് ആർ ദ ഫെർട്ടിലൈസേഴ്സ് കോമൺലി യൂസ്ഡ് ബൈ ദ ഫാമേഴ്സ് ഓഫ് യുവർ ലൊക്കാലിറ്റി? ലിസ്റ്റ് ദം ആഫ്റ്റർ കണ്ടക്ടിങ് ആൻ ഇൻ്റർവ്യൂ വിത്ത് ഫാമേഴ്സ് ഓഫ് യുവർ ലൊക്കാലിറ്റി. അപ്പോൾ എന്താണ് ഫാമേഴ്സ് യൂസ് ചെയ്യുന്ന എന്തൊക്കെയായിരിക്കും? കൗഡങ് ഉണ്ടായിരിക്കും, ദെൻ യൂറിയ ഉണ്ടായിരിക്കും, പിന്നെന്താ കമ്പസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ ഫിഷ് എമൽഷനൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ അപ്പോൾ നിങ്ങളുടെ അവിടെയുള്ള ഫാർമറുമായി കോൺടാക്ട് ചെയ്തിട്ട് വേണം എഴുതാൻ. ഓക്കെ ഇനി അടുത്തത് എന്താ? ക്ലാസിഫൈ ദ ഫെർട്ടിലൈസേഴ്സ് ഇൻ ടു ഓർഗാനിക് ആൻഡ് കെമിക്കൽ ബൈ എക്സാമിൻ യുവർ ലിസ്റ്റ് ആൻഡ് ദ പിക്ചർ ഗിവൻ ബിലോ. അപ്പോൾ എന്താണ്? ഈ താഴെ തന്നിരിക്കുന്ന പിക്ചറും പിന്നെ നിങ്ങൾ എക്സാമിൻ ചെയ്തതൊക്കെ കൂടി എഴുതിയിട്ട് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സുമായിട്ട് എന്താണ് ഈ ബോക്സിൽ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ കമ്പസ്റ്റ് ദെൻ NPK, ബോൺ മീല്, ചിക്കൻ മാന്യൂർ. അപ്പോൾ കമ്പസ്റ്റ്, ചിക്കൻ മാന്യൂറൊക്കെ എന്താണ്? നമുക്കറിയാം ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സാണ്. അപ്പോൾ നമുക്ക് ഈ ടേബിളൊന്ന് ഫിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൽ ഏത് വരും? കൗഡങ് തന്നിട്ടുണ്ട്, ദെൻ കമ്പസ്റ്റ് വരും, മാന്യൂർ വരും, ബോൺ മീല്, ഫിഷ് എമൽഷൻ, ചിക്കൻ മാന്യൂർ. ഓക്കെ അപ്പോൾ ഇതൊക്കെ ഓർഗാനിക് ആണ്. ഇനി കെമിക്കലിലവിടെ യൂറിയ, ദെൻ NPK മിക്സ്ചേഴ്സ്, അതേതൊക്കെയാണ്? അമോണിയം നൈട്രേറ്റ്, ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ്, ദെൻ പൊട്ടാസ്യം ക്ലോറൈഡ് ഒക്കെ കെമിക്കൽ ഫെർട്ടിലൈസറിൻ്റെ അവിടെ വരും. ഓക്കെ ഇനി അടുത്തത് എന്താ? The characteristic of organic fertilizers and chemical fertilizers are given in the table. Analyze the table and record your observation in your science diary. അപ്പോൾ എന്താണ്? ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൻ്റെയും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെയും എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓർഗാനിക്കിൻ്റെ എന്താണ്? ഒബ്റ്റെയിൻ ഫ്രം ഓർഗാനിക് മാറ്ററിലാണ് അത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. റിക്വയർഡ് ഇൻ ഹയർ ക്വാണ്ടിറ്റി. അപ്പോൾ എന്താ? കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണം. നോട്ട് ഹാർം
ഹാംഫുൾ ടു ദ സോയിൽ. സോയിലിന് ഒരു തരം ഹാംഫുള്ളും ഇല്ല. കനോട്ട് ബി സപ്ലൈഡ് ആസ് എ സിംഗിൾ കമ്പോണൻറ്റ്. ഒരു സിംഗിൾ കമ്പോണൻ്റ് ആയിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ എന്താണ്? പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽ ഇൻഡസ്ട്രിയലി. അപ്പോൾ ഇത് കെമിക്കലിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ എന്താണ്? ലെസ്സർ കുറച്ച് ക്വാണ്ടിറ്റി മതി. പിന്നെ ഇതെന്താണ്? ഇത് സോയിലിനെ ഡെസ്ട്രോയ് ചെയ്യും. ദെൻ കമ്പോണൻറ്റ്സ് ക്യാൻ ബി സപ്ലൈഡ് ആസ് പെർ റിക്വയർമെൻറ്റ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് കമ്പോണൻറ്റ് സപ്ലൈ ചെയ്യുക. ഇനി എന്താ? പെസ്റ്റ് കൺട്രോളാണ്. പെസ്റ്റ് കൺട്രോൾ. പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ ഇൻ പ്ലാന്റ് ഇസ് എ മേജർ ഇഷ്യൂ ഫേസ്ഡ് ബൈ ഫാമേഴ്സ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ പെസ്റ്റ് ഇൻഫെസ്റ്റേഷന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക? അപ്പോൾ നമുക്ക് എന്താണ്? താഴെ കുറച്ച് പേര് കോൺവേഴ്സേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഐ സ്പ്രേ കെമിക്കൽ പെസ്റ്റിസൈഡ് വെൽ സോ നോട്ട് എ സിംഗിൾ പെസ്റ്റ് ഇൻ മൈ ക്രോപ്പ്. ഞാൻ എന്താണ്? കെമിക്കൽ പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്തു. ഇപ്പോൾ ഒരു സിംഗിൾ പെസ്റ്റ് പോലും ഇവിടെ ഇല്ല. ഇനി അടുത്ത ആൾ എന്താ പറയുന്നത്? ഐ സ്പ്രേ ടൊബാക്കോ ഡിക്കോഷൻ ഐ കുഡ് കൺട്രോൾ പെസ്റ്റ് ടു സം എക്സ്റ്റെൻറ്റ്. ഞാൻ ടൊബാക്കോ ഡിക്കോഷനാണ് യൂസ് ചെയ്തത്. എനിക്ക് കുറച്ച് പെസ്റ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി അടുത്ത ആളോ? പെസ്റ്റ് ക്യാൻ ബി കൺട്രോൾ ബൈ യൂസിങ് ലൈറ്റ് ട്രാപ്പ് ടു. അപ്പോൾ എന്താണ്? ലൈറ്റ് ട്രാപ്പിലൂടെ പെസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ആൾ എന്താ പറയുക? നെക്സ്റ്റ് ഫ്രോഗ് ആണ്. ഫ്രോഗ് എന്താ പറയണത്? ഐ ലവ് പെസ്റ്റ് ഐ വിൽ ഈറ്റ് ആസ് മെനി ആസ് ഐ ക്യാൻ. അപ്പോൾ എന്താണ്? എനിക്ക് പെസ്റ്റിനെ ഇഷ്ടമാണ്. ഞാൻ പെസ്റ്റിനെ എനിക്ക് പറ്റുന്ന പോലെ കഴിക്കും. ഓക്കെ. ഇനി എന്താണ്? ഇനി അടുത്തത് പറയുന്നത് പെസ്റ്റ് കൺട്രോൾ മെഷേഴ്സാണ്. അപ്പോൾ എത്ര മെഷേഴ്സ് ഉണ്ട്? 1 2 3 4 5 മെഷേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ബയോളജിക്കൽ കൺട്രോൾ. അപ്പോൾ ആദ്യത്തെ എന്താ പറയുന്നത്? ബയോളജിക്കൽ കൺട്രോൾ ആണ്. ലേഡി ബഗ് ഈസ് ആൻ ഇൻസെക്ട് വിച്ച് ഈറ്റ് ദ പെസ്റ്റ് ദാറ്റ് ഗ്രോ ഓൺ പ്ലാന്റ്സ്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ലേഡി ബഗ്. ലേഡി ബഗ് എന്ന് പറഞ്ഞ ഒരു ഇൻസെക്റ്റ് ആണ്. ഈ ഇൻസെക്റ്റ് എന്ത് ചെയ്യും? ഈ പ്ലാന്റിൽ ഉണ്ടാവുന്ന പെസ്റ്റിനെയൊക്കെ കഴിക്കും. ഓക്കെ. ട്രിഗോഗ്രാമ ഈസ് അനദർ ഫ്രണ്ട്ലി ഇൻസെക്റ്റ് ഓഫ് ദിസ് കൈൻഡ്. അപ്പോൾ ട്രിഗോഗ്രാമ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ ചെയ്യുന്ന വേറെ ഒരു ഇൻസെക്റ്റ് ആണ്. സിമിലർലി ഫ്രോഗ്, മബുയ, കലോട്ടസ്, ബഗ് എക്സെട്ര ഫീഡ് ഓൺ പെസ്റ്റ് വിച്ച് ഇൻഫെസ്റ്റ് ക്രോപ്സ്. അപ്പോൾ ഇതുപോലെ തന്നെ പെസ്റ്റിനെ കഴിക്കുന്നതാണ് ആരൊക്കെ? ഫ്രോഗ്, മബുയ, കലോട്ടസ്, ബഗ് ഒക്കെ. ഓക്കെ. This kind of pest control is called biological control. അപ്പോൾ ഇങ്ങനെ ഇൻസെക്റ്റിനെ വെച്ചിട്ട് പെസ്റ്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. ഇൻസെക്റ്റായ ഫ്രോഗിനെയും അതുപോലെ തന്നെ ലേഡി ബഗിനെയും ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പെസ്റ്റിൻ്റെ എണ്ണം കുറക്കുന്നു. അപ്പോൾ ഈ മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോളജിക്കൽ കൺട്രോൾ. എന്താണ് ബയോളജിക്കൽ കൺട്രോൾ? When pesticides are applied, these friendly agents also get destroyed along with the pest. അപ്പോൾ നമ്മൾ പെസ്റ്റിസൈഡ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ, അതായത് എന്തിൻ്റെ കൂടെയാണ്? ഈ പെസ്റ്റിൻ്റെ കൂടെ ഈ പെസ്റ്റിനെ കൊല്ലുന്നതായ ലേഡി ബഗും അതുപോലെ ഫ്രോഗും ഇവയൊക്കെ ഡെസ്ട്രോയ് ആവും. ഓക്കെ. ഇനി അടുത്തത് എന്താ? മെക്കാനിക്കൽ കൺട്രോൾ ആണ്. മെക്കാനിക്കൽ കൺട്രോൾ. ഹാവ് യു നോട്ടീസ് ദ ഗോൾഡ് കളർ ഫ്ലൈ വിച്ച് destroy the fruits of certain vegetable plants? Let's learn a trick to control these flies. അപ്പോൾ ഇങ്ങനത്തെ ഫ്ലൈസിനെ പറഞ്ഞയക്കാനുള്ള, അതായത് കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡാണ് എന്ത്? ക്രഷ് എ ഹാൻഡ്ഫുൾ ഓഫ് ബേസിൽ ലീവ്സ് ആൻഡ് പുട്ട് ഇൻ എ സ്റ്റീൽ പ്ലേറ്റ്. അപ്പോൾ ഒരു കൈ നിറച്ച് ബേസിൽ ലീഫ് എടുത്തിട്ട് എന്ത് ചെയ്യണം? അതൊരു സ്റ്റീൽ പ്ലേറ്റിൽ ഇടണം. ഒബ്സർവ് ദ പ്ലേറ്റ് ആഫ്റ്റർ എ വൈൽ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആ പ്ലേറ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. ക്യാൻ യു സീ ദ ഗോൾഡ് കളർ ഫ്ലൈസ് അപ്രോച്ചിങ് ദ പ്ലേറ്റ്? അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഗോൾഡ് കളർ ഫ്ലൈ എന്താകും? ഈ പ്ലേറ്റിൻ്റെ അടുത്തേക്ക് വരും. അട്രാക്റ്റഡ് ബൈ ദ സ്മെൽ ഓഫ് ബേസിൽ ലീവ്സ്. എങ്ങനെയാണ് വരിക? ഇതിൻ്റെ സ്മെല്ല് കേട്ടിട്ടാണ് വരിക. വെജിറ്റബിൾ പ്ലാന്റ്സ് ക്യാൻ ബി കൺട്രോൾ ബൈ ഡെസ്ട്രോയിങ് ദീസ് ഫ്ലൈസ്. അപ്പോൾ എന്നിട്ട് ഇവയെ ഡെസ്ട്രോയ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെജിറ്റബിൾ പ്ലാന്റ്സിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ദിസ് മെത്തേഡ് ഓഫ് കൺട്രോളിങ് പെസ്റ്റ് ബൈ റിമൂവിങ് ദ മാനുവലി ഓർ യൂസിങ് ട്രാപ്സ് ഈസ് കോൾഡ് മെക്കാനിക്കൽ കൺട്രോൾ. അപ്പോൾ മാനുവലായിട്ട് ഇങ്ങനെ പെസ്റ്റിനെ റിമൂവ് ചെയ്തത് അല്ലെങ്കിൽ ഒരു ട്രാപ്പ് വെച്ചിട്ട് റിമൂവ് ചെയ്യുക, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെക്കാനിക്കൽ കൺട്രോൾ. എന്താണ് മെക്കാനിക്കൽ കൺട്രോൾ? ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താ? ഫെറോമോൺ ട്രാപ്പ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ദിസ്.
ബിക്കോസ് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ എന്താണ്, ഫെറോമോൺ ട്രാപ്പാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പോൾ ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി അടുത്തത് എന്താ, ഇനി പെസ്റ്റിസൈഡ്സ് ആണ്. പെസ്റ്റിസൈഡ്സ് 2 ടൈപ്സ് ഉണ്ട്, കെമിക്കലും ഓർഗാനിക്കലും. ഓക്കെ, these are pesticides prepared by using chemical substances. അപ്പോൾ കെമിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, കെമിക്കൽ സബ്സ്റ്റൻസസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ദെൻ ഓർഗാനിക് എന്താണെന്ന് നോക്കാം. ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ആർ കമ്പാരിറ്റീവ്ലി ലെസ് ഹാംഫുൾ ദാൻ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. അപ്പോൾ രണ്ടിനും ഹാംഫുൾ ഉണ്ട്, പക്ഷേ കെമിക്കലിനെ വെച്ച് നോക്കുമ്പോൾ ഒന്നും കൂടി കുറവാണ് എന്തിന്, ഓർഗാനിക്കിന്. ടൊബാക്കോ ഡിക്കോഷൻ, നീം ഓയിൽ എമൽഷൻ, ഗാർലിക് ഖാന്താരി മിക്സ്ചർ എക്സെട്ര ആർ സം ഓഫ് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ്. അപ്പോൾ ഓർഗാനിക് പെസ്റ്റിസൈഡ്സിൻ്റെ എക്സാമ്പിളാണ് ടൊബാക്കോ ഡിക്വേഷൻ, അതുപോലെ തന്നെ നീം ഓയിൽ എമൽഷൻ, ഗാർലിക് കാന്താരി. ഓക്കെ, മെനി ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് നൗഡേയ്സ്. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരുപാട് പെസ്റ്റിസൈഡ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ദെൻ ഇത് നമ്മൾ ടൊബാക്കോ ഡിക്വേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ടൊബാക്കോ ഡിക്വേഷൻ എന്താ, ചോപ്പ് 100 gram of tobacco and soak in 1.5 liter of water for a day. എന്താണ്, 100 grams of ടൊബാക്കോ ചോപ്പ് ചെയ്തെടുക്കുക, എന്നിട്ട് അത് എന്ത് ചെയ്യണം, 1.5 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം ഫുള്ള് ഇട്ട് വെക്കുക. സ്ക്വീസ് ഇറ്റ് ആൻഡ് ഫിൽറ്റർ ഇറ്റ്, എന്നിട്ട് അത് എന്ത് ചെയ്യുക, അത് അരിക്കുക. ഡിസോൾവ് 100 gram of വാഷിംഗ് സോപ്പ് ഇൻ ഇറ്റ്. പിന്നെ അതിൽ 10 gram of വാഷിംഗ് സോപ്പ്. പിന്നെ അതിൽ എന്ത് ചെയ്യണം, 10 gram വാഷിംഗ് സോപ്പ് ഇടുക. ടൊബാക്കോ ഡിക്വേഷൻ ഈസ് റെഡി നൗ. അപ്പോൾ എന്താണ്, ടൊബാക്കോ ഡിക്വേഷൻ റെഡിയായി. ഡൈല്യൂട്ട് ഇറ്റ് ബൈ ആഡിങ് ട്വൈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. ഇപ്പോൾ ഉള്ള വെള്ളത്തിൻ്റെ 2 ഇരട്ടി വാട്ടർ അതിൽ ആഡ് ചെയ്തിട്ട് അത് പ്ലാന്റ്സിൻ്റെ മേലെ സ്പ്രേ ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ, ഷുഡൻറ്റ് വീഡ്സ് ഓൾസോ ബി കൺട്രോൾ ഫോർ ഗെറ്റിംഗ് എ ഗുഡ് ഇയർ? ഹൗ ക്യാൻ വീഡ്സ് ബി കൺട്രോൾഡ്? റൈറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വീഡ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക. അപ്പോൾ എന്താണ്, നമുക്ക് അപ്ലിക്കേഷൻ ഓഫ് വീഡിസൈഡ്സ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ കൺട്രോൾ യൂസിങ് കെമിക്കൽസ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ നമുക്ക് AI വെച്ചിട്ട് വരെ കൺട്രോൾ ചെയ്യാം. നൗഡേയ്സ് AI ഈസ് യൂസ്ഡ് ടു കൺട്രോൾ വീഡ്സ്. ഓക്കെ, ഇനി അടുത്തത് എന്താ, suitable climate is also influences agriculture. Therefore, we need to cultivate crops that are suitable to the climate. So far, we have discussed various factors which help in getting better yield. Hope you will consider them while farming. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഇതെന്താ, ഐ ടു വാണ്ട് ടു ബിക്കം എ ഗുഡ് ഫാമർ, വാട്ട് ഷാൾ ഐ ഫാം? ഇപ്പം എനിക്കും ഒരു നല്ല ഫാർമറായി ആവണം, ഞാൻ എവിടെയാണ് കൃഷി ചെയ്യുക? ഓക്കെ, കിച്ചൺ ഗാർഡൻ അറ്റ് ഹോം, ടെറസ്, വെജിറ്റബിൾ ഗാർഡൻ ഇൻ ദ സ്കൂൾ, ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഇൻ ദ സ്കൂൾ. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് കൃഷി ചെയ്യാം? നമുക്ക് കിച്ചൺ ഗാർഡൻ, വീട്ടിലെ കിച്ചൺ ഗാർഡനിൽ കൃഷി ചെയ്യാം, ടെറസിൽ കൃഷി ചെയ്യാം, അതുപോലെ തന്നെ സ്കൂളിലത്തെ വെജിറ്റബിൾ ഗാർഡനിലും എല്ലാം നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് എന്താ, മൈ ഗ്രീൻ ഡയറി. അപ്പോൾ ഇത് കൂട്ടുകാർക്കുള്ളതാണ്. നെയിം, ക്ലാസ്, സാപ്ലിങ്സ് ഐ ഹാവ് പ്രൊഡ്യൂസ്ഡ്, മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, ദെൻ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. ജൂലൈ ഓഗസ്റ്റ് എന്ത് സംഭവിച്ചു, സെപ്റ്റംബർ ഒക്ടോബർ എന്ത് സംഭവിച്ചു, നവംബർ ഡിസംബർ എന്ത് സംഭവിച്ചു. അപ്പോൾ ഇത് കൂട്ടുകാർ എഴുതുക. ദെൻ അതർ അഗ്രികൾച്ചർ സെക്ടേഴ്സ് ആണ്. ഡസ് അഗ്രികൾച്ചർ മീൻ ഗ്രോയിങ് പ്ലാന്റ്സ് അലോൺ? അപ്പോൾ എന്താണ് ഈ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്? പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യിപ്പിക്കുക എന്നത് മാത്രമല്ല. അനലൈസ് ഇല്ലുസ്ട്രേഷൻ ഗിവൻ ബിലോ, ഫൈൻഡ് ഔട്ട് various agriculture sectors and write them in the science diary. Collect maximum information related to this and conduct a quiz in your class. അപ്പോൾ അടുത്തത് എന്താ, അഗ്രികൾച്ചർ സെക്ടർ. അപ്പോൾ എന്തൊക്കെയുണ്ട് ഒരു ഭാഗത്ത് നമുക്ക് വായിച്ച് നോക്കാം. ഗ്രോയിങ് ഫ്ലവേഴ്സ്, അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുന്നത്, ഫ്ലോറികൾച്ചർ. ദെൻ റിയറിങ് ഹണി ബീ, ഹണി ബീനെ റിയർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പറയും, എപ്പിക്കൾച്ചർ. ദെൻ റിയറിങ് റാബിറ്റ്സിന് എന്താണ്, ക്യൂമിക്കൾച്ചർ. കൾട്ടിവേറ്റിംഗ് മഷ്റൂം കൾച്ചർ. ദെൻ റിയറിങ് പോൾട്രി ഫാമിംഗ്. റിയറിങ് കാറ്റിൽ, ലൈവ് സ്റ്റോക്ക് റിയറിങ്. ദെൻ റിയറിങ് ഫിഷസ്, പിസിക്കൾച്ചർ. ദെൻ ലാസ്റ്റ് വൺ റിയറിങ് സിൽക്ക് വോം, സെറികൾച്ചർ. അപ്പോൾ ഇത് കൂട്ടുകാർ പഠിച്ചു വെക്കുക.
Hope you have understood different agricultural practices, preparation of high quality seeds and planting material, aspects to be considered in farm management and other agricultural sectors. Let's love farming and farmers and move ahead with modern agricultural practices. ഓക്കെ, അപ്പോൾ എങ്ങനെ പറഞ്ഞിട്ട് ഈ പാഠം ഇവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി ലെറ്റേഴ്സ് ആൻസേഴ്സും നോട്ട്സൊക്കെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ കൂട്ടുകാർ പറയുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ പാഠത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.